ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിൻ്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യൻ്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിൻ്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും മെയ് 15 ലോക കുടുംബ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകസമാധാന ഫെഡറേഷനുമാണ് ഈ ദിനം വിഭാവനം ചെയ്തത്. മെച്ചപ്പെട്ട കുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, ഉത്തരവാദ പൗരൻ്റെ സാമൂഹ്യ കടമകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര കുടുംബ ദിനത്തിനുണ്ട്. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സാമൂഹിക, സാമ്പത്തിക, ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കുടുംബ ദിനം പൗരന്മാർക്ക് അവസരം നൽകുന്നു. 1980കളോടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. 1983 ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക വികസന കമ്മീഷൻ വികസന പ്രക്രിയയിൽ കുടുംബത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1993 മുതലാണ് എല്ലാ വർഷവും മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ കുടുംബ ദിനാചരണത്തിൻ്റെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രമേയത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് പ്രമേയത്തിലൂടെ UN അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ കേന്ദ്ര ബിന്ദു കുടുംബങ്ങളാണ്. എന്നാൽ വരുമാന അരക്ഷിതാവസ്ഥയും അസമത്വവും പല വിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബത്തിൻ്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിൻ്റെ ഉയർന്ന അപകട സാധ്യതകൾ കുടുംബത്തിൻ്റെ മൊത്തത്തിലും കുട്ടികളുടെ പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്നു. രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ പരിഹാര നടപടികളിലൂടെ കുടുംബമെന്ന അടിത്തറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തിൻ്റെ അടിത്തറയാണ്. സാമൂഹ്യമായ കാരണങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത ബന്ധങ്ങളാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ, പരസ്പര ബഹുമാനം എന്നിവയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളുടെ കരുത്ത് മനുഷ്യന് വിവിധങ്ങളായ തലങ്ങളിൽ സന്തോഷവും പിന്തുണയും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളിൽ കരുത്തും ആശ്വാസവും നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു. കുട്ടികളിൽ നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ കുടുംബ ബന്ധങ്ങൾ സഹായിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാൻ ലളിതവും ഗുണപരവുമായ ഒട്ടേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാഹചര്യവും സമയം പോലെ കുടുംബാംഗങ്ങൾ പരമാവധി സമയം ഒരുമിച്ചിരുന്ന് ചെലവിടുക എന്നതുമാണ്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ചെറിയ സഹായങ്ങളും സ്നേഹപ്രകടനങ്ങളും നൽകുക, പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവയിൽ ചിലതു മാത്രമാണ്. നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികളെയും അതിലൂടെ നല്ല സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. കുടുംബങ്ങൾ സമൂഹത്തിലേക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം കൂടിയാണ്. സത്യസന്ധത, ബഹുമാനം, കരുണ, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിൽ വെച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് നിർണായക പങ്കുണ്ട്. വളരുന്ന പൗരന്മാരുടെ വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം കൂടിയാണ്. നല്ല പെരുമാറ്റവും സൗഹൃദത്തിൽ ഊന്നിയുള്ള ഇടപെടലും കൈമുതലായി കുടുംബത്തിൽ നിന്ന് വളർന്നുവരുന്ന ഒരാൾ സമൂഹത്തിൻ്റെ ഉത്തമമായ വളർച്ചയുടെ താങ്ങാണ്. സമൂഹത്തോടുള്ള കടമയും നിയമാനുസൃത ജീവിതവും കുടുംബത്തിൽ നിന്നാണ് ഓരോരുത്തരും പഠിച്ചു വരുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിൽ പരമപ്രധാനമാണ്. പരസ്പരമുള്ള മാനസികവും സാമ്പത്തികവുമായ പിന്തുണ പ്രതിസന്ധികളിൽ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറത്തും കരുത്തും സുരക്ഷയും നൽകുന്നു.
ഭാഷ, ആചാരങ്ങൾ, സംസ്കാരം, പ്രകൃതി പാഠങ്ങൾ, സഹജീവി സ്നേഹം തുടങ്ങിയവ തലമുറകളിലേക്ക് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഇന്ന് പല സമൂഹങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആശയവിനിമയക്കുറവ്, വിശ്വാസനഷ്ടം, തിരക്കേറിയ ജീവിതം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത, സാങ്കേതികവിദ്യയുടെ അതിരുകടന്ന ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലാവുകയാണ്. ആശയവിനിമയത്തിലെ കുറവ് കുടുംബബന്ധ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാകുന്നു. പരസ്പര വിശ്വാസം കുറഞ്ഞാൽ ബന്ധത്തിൻ്റെ അടിത്തറ തകരാം. വ്യക്തികളിലെ അഹങ്കാരവും സഹിഷ്ണുതയില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവവും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കാത്തത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാതിരിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ കുടുംബശാന്തിയും സുരക്ഷയും നഷ്ടപ്പെടുത്തുന്നതാണ്. പുറത്തുനിന്നുള്ള അനാവശ്യമായ ഇടപെടലുകളും കുടുംബ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാം. ഇതോടൊപ്പം വരുമാനക്കുറവ്, കടബാധ്യത, തൊഴിൽ സമ്മർദ്ദം എന്നിവ കുടുംബത്തിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കും. ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങൾ പവിത്രമാണെന്നാണ് പുറമേയുള്ളവർ കരുതുന്നത്. വിവാഹം കേവലമായ വ്യക്തി ഉടമ്പടി അല്ലെന്നും അത് സാമൂഹികമായ ഇടപെടലാണെന്നും ആത്മീയവും മതപരവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നുമാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന സാമൂഹിക സ്വാധീനങ്ങളും നഗര ഗ്രാമ വ്യത്യാസങ്ങളും ദർശിക്കാനാകും. ഗ്രാമീണ മേഖലകളിലുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നഗരങ്ങളിലെ അവസ്ഥ. തിരക്കിട്ട ജീവിതവും പുതിയ കാലത്തെ ബഹുവിധങ്ങളായ സ്വാധീനവും കുടുംബ ബന്ധങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചയും ധാർമ്മികമായ മൂല്യച്യുതിയും പതുക്കെ നമ്മുടെ നാട്ടിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം ആഴമുള്ള കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന ആശങ്ക കനപ്പെടുകയാണ്. സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് കുടുംബ ബന്ധങ്ങളിലെ ഇടർച്ചയുടെ ഭാഗമാണ്. രാജ്യത്തെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിവാഹമോചനം, ഗാർഹിക പീഡനം, പങ്കാളികൾക്കും കുട്ടികൾക്കും ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം ദുർബലമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2026 ആദ്യ പാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിവാഹമോചന കേസുകളിൽ 8.27 ലക്ഷം ദമ്പതികളാണ് വിവിധ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 18.7% കേസുകളും മഹാരാഷ്ട്രയിലാണ്. രണ്ടാം സ്ഥാനത്ത് 11.7% കേസുകളുമായി കർണാടകയും മൂന്നാം സ്ഥാനത്ത് 8.1% കേസുമായി തമിഴ്നാടുമുണ്ട്. ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും സമാനമായ നിരക്കിൽ വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വിവാഹമോചന നിരക്ക് മിസോറാമിലാണ്. രാജ്യത്ത് 1.2% വിവാഹമോചനങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളം 1.1, കർണാടക 1.0, ഡൽഹി 1.3, പശ്ചിമബംഗാൾ 0.9 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക്. 2016 രാജ്യത്തെ വിവാഹമോചന നിരക്ക് 0.4% 10 വർഷം കൊണ്ട് അത് 1% എത്തിയിരിക്കുന്നു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവാഹമോചന കേസുകളിൽ 58% കേസുകളും സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. അതേസമയം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ 33% ഉഭയസമ്മതപ്രകാരമുള്ളവയുമാണ്. ഔദ്യോഗികമായ വിവാഹമോചനത്തിന് പുറമെ അനൗപചാരികമായ വിവാഹമോചനങ്ങൾ ഇത്രത്തോളം വരുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ തെളിയുന്നത്. ജുഡീഷ്യൽ കോടതികളിലെ നടപടിക്രമങ്ങളിലെ കാലതാമസം, ചെലവ്, നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത, മധ്യസ്ഥതയിലൂടെയുള്ള വേർപിരിയൽ, പ്രാദേശിക സാമൂഹ്യ കാരണങ്ങൾ എന്നിവയാലും വിവാഹമോചനം എണ്ണമറ്റ രീതിയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കേസുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ കേസുകളുടെ എണ്ണത്തിൽ 40%-ഓളമുള്ള കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പ് കൽപ്പിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കേസുകൾ വേഗത്തിലാക്കാൻ പല ജില്ലകളിലും പുതിയ കുടുംബ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിലെ വർധന നിയമപരിഹാരം നീളാൻ ഇടയാക്കുന്നു. അതേസമയം കോടതിക്ക് പുറത്ത് വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനായി കൗൺസിലിംഗ് സെൻ്ററുകൾ ഉൾപ്പെടെ കുടുംബ കോടതികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും ഓരോ വ്യക്തികളെയും അവരവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളൽ, തുല്യതയിലുള്ള ചിന്ത എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാക്കുക വഴി കുടുംബമെന്ന സ്ഥാപനത്തിൻ്റെ തകർച്ച ഒഴിവാക്കാൻ ഒരളവോളം സാധിക്കും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിൻ്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.